மனித உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல, அதையும் தாண்டி புனிதமான അസ്സലാമു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? അപ്പൊ ബനാവില്ല ഒളിമ്പിക്കിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് കൊമ്പങ്ങാട് തറവാട്ടിൽ നിന്ന് ഉപ്പച്ചിക്കും കുഞ്ഞാപ്പൂനും വരാൻ സാധിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. അതിനല്ല നിങ്ങൾ കാത്തുന്നത്. അപ്പോ കൊമ്പങ്ങാട് തറവാട്ടിൽ നിന്ന് ആദ്യം ഉപ്പച്ചിക്ക് എന്താ പറയാനുള്ളത് നോക്കാം. അത് കഴിഞ്ഞിട്ട് പോലെ അടിച്ചു പൊളിക്കല്. ഇന്ന് ഉപ്പച്ചിക്ക് നല്ലൊരു കൈ കൊടുത്തോണി. അസ്സലാമു അലൈക്കും. കൊമ്പങ്ങാട് പോയ കണ്ടക്കണോ? ഇപ്പോഴല്ലേ ഉണ്ട് അതോ മൊബൈലിലോ? മതി. ഇപ്പൊ നേർക്കോലി വീരാനൊക്കെ ഞാൻ ഡ്രമ്മൊക്കെ തച്ചിക്കാണ്ട് ഇടുന്നങ്ങൾ കണ്ടിട്ടില്ലേ? അതൊക്കെ ഒറിജിനലാണ്, അല്ലാതെ ക്യാമറ ട്രിക്കൊന്നും അല്ല. ഇതതിൻ്റെ ഉള്ളിൽ നേർക്ക് ചാടിയ തന്നെയാണ്. പിന്നെ ഒരു 3 മണിക്കൂറിന് ശേഷമാണ് അവിടുന്ന് നീച്ച് വന്നിക്കാണ്ട് വീഡിയോ എടുത്തതെന്നുള്ളൂ. കാരണം കുറച്ച് പരിക്ക് പറ്റി. അപ്പൊ അതുപോലത്തെ പരിക്കുകൾ ഒരുപാടുണ്ടാവും. എല്ലാവരും രണ്ടാൾക്കും പറ്റലുണ്ട്. ചില ദിവസം ഞാൻ ചവിട്ടിക്കാണ്ട് ഇടുമ്പോൾ എനിക്കും പറ്റലുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട്, നിങ്ങളെ ഇത്ര ഈ സ്നേഹം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ നല്ല നല്ല വീഡിയോസ് വീണ്ടും ചെയ്യുന്നത്. നല്ല നല്ല സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി വീഡിയോസ് വീണ്ടും വരും. നേർക്കോലി വീരാനായിട്ടും തവളക്കോയായിട്ടും കുഞ്ഞാപ്പുമായിട്ടും സുണകനായിട്ടും കോയാക്കായിട്ടും അംസായിട്ടും ഒക്കെ എന്തേ വരൂലേ? അല്ലെ വരൂലേ ചേച്ചിയാണ്. എനിക്ക് ഇവര് വലിയ കമ്പം ദിവസം കിട്ടുമല്ലേ. അപ്പൊ അതുകൊണ്ട് അല്ല ഏതോ ഒന്നിനും തിരിച്ചു കൊടുക്കണമല്ലോ. ഇപ്പൊ നീർക്കോലിയിൽ തന്നെ ആണ് എന്നാണ് എന്റെ ഒരു നിഗമനം. മറ്റേ കുഞ്ഞാപ്പും കോയാകുമ്പോ ഉപ്പച്ചും പോലല്ലേ. കല്യാണം മുടക്കി കിട്ടണ്ടല്ലോ. അപ്പൊ ഇനി അടുത്ത തിരിച്ചു കിട്ടാനില്ല, തിരിച്ചു കിട്ടാനില്ല. പക്ഷെ ഒരു 100 എണ്ണം കിട്ടുമ്പോ 2 എണ്ണം കിട്ടുമെന്ന് അങ്ങനെ ഒരു ആക്കണം അല്ലെ. ദിവസം ഞാൻ ഓൻ അടിച്ചത് ശരിയല്ലല്ലോ. കല്ല് മാറ്റി പിടിച്ചോണ്ട് ചില വയസ്സായ ആൾക്കാരൊക്കെ പറഞ്ഞാൽ അറിയും, എന്തിനാ ഇങ്ങനെ തല്ലുള്ളൂ അതിന്റെ ചേലൊക്കെ അങ്ങനെയൊക്കെ പറച്ചിലുണ്ട് ഞങ്ങളോട് ഈ വയസ്സായ ആൾക്കാരൊക്കെ. അപ്പൊ എന്താ മാതിരി എന്തായാലും ഒരുപാട് സന്തോഷം. നമുക്ക് ഒന്ന് അടിച്ച് പൊളിച്ചിട്ട് പോവാം. കുഞ്ഞാപ്പോ എന്തേലും ഒരു മിമിക്രിയോ എന്തേലും ഒന്ന് എടുത്ത് കൊടുത്താൽ ഇവരെ ഒന്ന് കളറാക്കാൻ വേണ്ടി നിങ്ങൾ നല്ലൊരു കൈയടി അടിച്ചാൽ ഒരു ഉഷാറില്ലാത്ത മാതിരി. സാറല്ലേ കൊമ്പങ്ങാട് പോയ അസ്സലാമു അലൈക്കും പോരല്ലേ? ഉണ്ടോ? അപ്പൊ പോരിപ്പിച്ചാലോ? ഒന്ന് പോരിപ്പിച്ച ഒരു കാര്യം ചെയ്താലോ? നമ്മളെ വീഡിയോത്തെ ഒരു പാട്ടായാലോ? അതെല്ലാ വീഡിയോസും കാണുന്നുണ്ട്. ഒരു പാടോ? നിങ്ങൾ ഒപ്പം പാടോ? ഉറപ്പല്ലേ? ഉറപ്പാ? റെഡി? കൊമ്പങ്ങാട് കോയ അവടിപ്പച്ചിന്റെ സൈന കൊമ്പത്തിരുന്ന് പാടണേ. അപ്പൊ ഉണ്ട്, കുഴപ്പമില്ല. അപ്പൊ ഒന്ന് കളറാക്കുകയൊക്കെ ചെയ്യാം. അതെ. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോസില് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഏതാ? നിങ്ങൾ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഏതാ? ഫ്ലോറ ഫാന്റസി. ഓക്കെ, ഗുഡ്. അടുത്ത് ഞാനൊക്കെ പറയണ്ടോ? അല്ല വീഡിയോസ് കാണണില്ലേ? അതിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാ? കല്യാണം മുടക്കി 2. അടുത്ത് ആറ്റം പ്ലാനറ്റോ? ആറ്റം ബോംബോ? അതേതാ? അങ്ങനെ സമ്പത്തി ദിവസം അരിപ്പോ തിരിപ്പോ അങ്ങനെ പറയാം. അപ്പൊ മനസ്സിലാവും. അതിൽ ഏതെങ്കിലും ഒരു സാധനം പറഞ്ഞാൽ മനസ്സിലാവും. എന്നാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ എന്താ പറയുക? 2 വീഡിയോ ആണ്. ഒന്ന് ആ ഡ്രമ്മക്ക് ചാടണേ. പിന്നെ ഉള്ളത് പണ്ട് ചെയ്തതാ അക്കരെ കാവിലെ ചക്കരമാവിലെ കാക്കച്ചി പെണ്ണിന് കല്യാണം ചുണ്ടടി. അവിടെ എന്തോ ഉണ്ടടി, അവന്റെ അടി. ഇങ്ങോട്ട് മാറുന്നോ? ഇന്ന് എനിക്ക് അടിയില്ല. അത് ഒഴിവാക്കി വെച്ചിട്ടാണ്. ആ വീഡിയോ എനിക്ക് ഏറ്റവും ഇഷ്ടമായി. സംഭവം രസല്ലേ? വലിയ ഉഷാറാക്കി മുന്നോട്ട് പോണ്ടേ? ഞാൻ കയറിയ സൈജാവില്ല. ഒന്ന് ഇറങ്ങിയെന്നാ. അത് കേട്ടോ. കാരണം നമുക്ക് കരാട്ടൊക്കെ ഉണ്ടേ, കജ്ജുത്താതെ മറിയണൊക്കെ. അപ്പൊ അതിന് സ്ഥലം വേണ്ടി വരും. നമുക്ക് അടിച്ചു പൊളിക്കാനായിട്ട് എടുക്കട്ടെ.
എനിക്ക് ജലദോഷമാണ്, ഇപ്പോൾ സൗണ്ടൊന്നും ഇല്ല. എന്നാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ പഴയ കാലത്ത് കമലഹാസന്റെ വോയിസ് ഒന്ന് നമുക്ക് നോക്കാം. റെഡിയാണോ? പഴയ കാലത്ത് കമലഹാസൻ. റെഡി? കൺമണി അൻപോട് കാതളം நான் எழுதும் கடிதமே இல்லை கடித ஆசாட்சி கடிதமே இருக்கட்டும் எனக்கு உண்டான காயம் அது தன்னால் ஆறிடும் அது என்னமோ தெரியல என்ன மாயமோ தெரியல எனக்கு ஒன்றும் ஆகிறது இல்லை மனித உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல அதையும் தாண்டி புனிதமான താങ്ക് യു കയ്യടിച്ച് പ്രോത്സാഹിക്കണം, നല്ല പാട്ടൊക്കെ വരുള്ളൂ. തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് വേണം. ഒരുപാട് ഇഷ്ടമല്ലേ നിങ്ങളെ? സ്കൂളിൽ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വല്ലാതെ കണ്ടാൽ മതി കേട്ടോ. ഞാൻ അതിനും പ്രശ്നം മാണ്ടാച്ചിട്ടാണ്. അപ്പൊ നല്ലോണം പഠിച്ചൂലേ? നല്ലോണം പഠിച്ചോണ്ട് പഠിച്ചാക്കിന് നല്ലൊരു സങ്കടപ്പം ഞങ്ങൾക്ക് നല്ലോണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ പഠിപ്പ് ആദ്യം, അത് കഴിഞ്ഞിട്ട് മതി റീൽസൊക്കെ കേട്ടോ. അപ്പൊ എക്സാം കഴിഞ്ഞിട്ട് കണ്ടാൽ മതി. ഓക്കെ അല്ലേ? സെറ്റ്. അപ്പോൾ വരാവിലിൻ്റെ 4ാം വാർഷികത്തിന് ഞങ്ങളിവിടെ വരാൻ സാധിച്ചതിനും നിങ്ങളെ സപ്പോർട്ട് ചെയ്തതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇതേപോലെ ഒരുപാട് വീഡിയോസുകളായിട്ടും കോമഡികളായിട്ടും സെൻറ്റിമെൻ്റലായിട്ടും അംശമായിട്ടൊക്കെ വരും കേട്ടോ. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യില്ലേ? ഉറപ്പല്ലേ? അതാണ്. താങ്ക് യു.